ശബരിമലയിൽ കഴിഞ്ഞ 17 വർഷമായി കേന്ദ്രസേന നയിക്കുന്ന ജി വിജയൻ സാറാണ് നമ്മളൊപ്പം ഉള്ളത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ കമാൻഡർ കൂടിയാണ്. സാർ നമസ്കാരം. ഒരു നീണ്ട 17 വർഷം ശബരിമലയിൽ. അതെ, കഴിഞ്ഞ 2008 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും നമ്മൾ RAFൻ്റെ കമാൻഡറായിട്ടും NDRFൻ്റെ കമാൻഡറായിട്ടും ഇവിടെ ഈ ഫുൾ എൻ്റയർ സീസൺ ഞാനിവിടെ ഡ്യൂട്ടിയിലുണ്ട്. ഇപ്പം നമ്മളെ കോയമ്പത്തൂരിൽ നിന്നുള്ള RAFൻ്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഒരു കമ്പനിയാണ് ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. അത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട സറൗണ്ടിങ് ഏരിയയും കംപ്ലീറ്റ് വരുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഡിപ്ലോയ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സാർ വേറൊരു കാര്യം, ഈ 17 വർഷം നീണ്ട കാലമാണോ, അതുകൊണ്ട് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ മറക്കാനാത്ത അനുഭവങ്ങൾ ഒരുപാടുണ്ട്. കാരണം വരുന്ന 17 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു സീനറി അല്ല ഇന്ന് ശബരിമലയിൽ. ഒരുപാട് മാറ്റങ്ങളായി, ഒരുപാട് തിരക്ക്, അതനുസരിച്ചുള്ള ഓരോ വർഷമുള്ള വർധനവുണ്ടായിട്ടുണ്ട്. അതിനുള്ളതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങളും എല്ലാ ഗവൺമെൻറ് ആയാലും പോലീസ് ആയാലും RAF ആയാലും എല്ലാം ചേർന്ന് വളരെ ഭംഗിയായി ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വർഷത്തെ കണ്ടില്ലേ കറക്റ്റായിട്ടുള്ള ഓരോ ദിവസവും കറക്റ്റായിട്ടുള്ള തിരക്ക് വരുന്നത്. അത് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതി, സ്റ്റാമ്പേഡിലേക്ക് സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ ദർശനം എല്ലാ വരുന്നവർക്കെല്ലാം നല്ല രീതിയിലുള്ള സുരക്ഷ ദർശനം ഉറപ്പാക്കുന്നുണ്ട്. ഈ തീർത്ഥാടകരോടുള്ള ഇടപെടുമ്പോഴൊരു അനുഭവം ഉണ്ടല്ലോ, ചില ആളുകളുടെ പ്രതികരണങ്ങൾ, ചില അനുഭവങ്ങൾ, ഒരുപക്ഷെ നമ്മൾ സഹായിച്ച ആളുകളുടെ ഒരു നന്ദി പ്രകടനം, അത്തരം കാര്യങ്ങൾ കൂടി എങ്ങനെയാണ്? അല്ല, അത് ഇപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തരും പല വർഷങ്ങളുള്ളവരുണ്ട്. അവരുടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ പിടിച്ച് ഹാൻഡിക്യാപ്റ്റുള്ള ആൾക്കാരും മറ്റൊക്കെ ഉള്ള സ്വാമിമാർ വരുമ്പോൾ നമ്മൾ അവരെ സഹായിച്ച് ഉള്ളി വിടുന്നു പറഞ്ഞാൽ അവരുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഇത്രയും ബുദ്ധിമുട്ടി 40 ദിവസം വ്രതം എടുത്ത് വരുന്നവരാണ്. അപ്പം മാക്സിമം വരുന്ന എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ദർശനം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാഥമിക ഇത്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ പല സ്ഥലത്തും നമ്മൾ സുരക്ഷാ സേന എന്ന ഭാഗത്ത് ജോലിയിട്ടുണ്ടിരിക്കാം, പല ഏരിയയിലും. ഈ ശബരിമല എന്താണ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ഡ്യൂട്ടിയിൽ? ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം മറ്റെല്ലാ സ്ഥലങ്ങളിലും നമ്മളൊരു ആൻറ്റി ടെററിസ്റ്റ് അല്ലെങ്കിൽ ടെററിസ്റ്റ് അങ്ങനെയുള്ള ഡ്യൂട്ടികളാണ് കൂടുതലും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ റൈറ്റ് ലൈക്ക് സിറ്റുവേഷനൊക്കെ ഡീൽ ചെയ്യുന്നതാണ്, സ്പെഷ്യലൈസ് ഫോഴ്സാണ്. ബട്ട് ഇവിടെ വരെ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇവിടെ വരുന്ന ഓരോ RAFകാരനും ഓരോ ഭക്തനായി മാറുവാണ്. അതുകൊണ്ട് വരുന്നവർക്ക് കറക്റ്റായ ശരിയായ രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പല വർഷങ്ങളിലും എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം പല സ്റ്റാമ്പേഡിലെ സിറ്റുവേഷനൊക്കെ വരുന്ന സമയങ്ങളിൽ വളരെ ഭംഗിയായി നമ്മളിറങ്ങി വളരെ പരാതിയൊന്നും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്, ജീവൻ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് സമയങ്ങൾ, ഒരുപാട് ടൈമുകളിൽ ഈ വർഷങ്ങളായിട്ടുണ്ടാകും. നമ്മൾ പറയുന്ന സാധനം പോലീസ് അയ്യപ്പന്മാരെന്ന് പറഞ്ഞാൽ RAF അയ്യപ്പന്മാരെന്ന് പറയാമല്ലോ. RAF അയ്യപ്പന്മാരെന്ന് പറയാൻ ഒന്നുമില്ല. പോലീസ് അയ്യപ്പന്മാർ, RAF അയ്യപ്പന്മാർ. കാരണം ഇവിടെ വരുമ്പം എല്ലാവരും ഇവിടെ അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനമാണ് സപ്തമസി. ഇവിടെ വരുന്ന എല്ലാവരും അയ്യപ്പനാണ്. പോലീസ് ആയാലും മറ്റ് ഗവൺമെൻറ് സ്റ്റാഫ് ആയാലും മീഡിയ ആയാലും എല്ലാം തന്നെ ഓരോ അയ്യപ്പനായി മാറുവാണ്. നമ്മൾ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ് ഈ ഇവിടെ ഉള്ള സുരക്ഷാ സേന. അതുപോലെ തന്നെ മുകളിലൊക്കെ ഇരിക്കുന്ന 24 മണിക്കൂറും ജാഗരൂപരായിരിക്കുന്ന. അതെ, 24 മണിക്കൂർ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡ്യൂട്ടിയിലാണ്. കാരണം എല്ലാ കംപ്ലീറ്റ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷനിലുള്ള ഒരു ഇന്നർ കോർഡനും ഔട്ടർ കോർഡനും പിന്നെ ഡിഫൻസ് മോർച്ചയും QRT ഒക്കെ തന്നെ ജയിച്ച് നമ്മൾ സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും. എന്നാലും നമ്മൾ ഈ ശബരിമല സുരക്ഷയ്ക്ക് ഫുൾ ഫ്ലഡ്ജ് തയ്യാറാണ്. അതിൽ യാതൊരു രീതിയിലുള്ള ഒരു ഇതും ഉണ്ടാകത്തില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ വരുന്ന ഭക്തരെ ശബരിമല അയ്യപ്പനായിട്ട് തന്നെ കാണുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഈ ഒരു 17 വർഷം നമുക്കിവിടെ കറക്റ്റായി സർവീസ് ചെയ്യാൻ പറ്റിയതല്ലോ. എന്തായാലും ശബരിമലയിൽ 24 മണിക്കൂറും സുരക്ഷയൊരുക്കുന്ന കേന്ദ്രസേനയുടെ കമാൻഡറാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചെന്ന. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.